എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ അധ്യാപക ലോകം കാത്തിരുന്ന ആ നിർണായക അറിയിപ്പെത്തിക്കഴിഞ്ഞു. നിങ്ങളൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളിൽ ജോലി ചെയ്യുന്ന അധ്യാപകനാണോ? എങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിജ്ഞാപനമാണ് പരീക്ഷാഭവൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. കേട്ടറ്റ് യോഗ്യത നേടാൻ സർവീസിലുള്ളവർക്കായി ഇതാ ഒരു സുവർണ അവസരം കൂടി. ഈ അവസരം എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാം? അപേക്ഷിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും, ചാനൽ ലിസ്റ്റുകളും നിയമങ്ങളും ഈ ഒറ്റ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നു. സ്വാഗതം ചോക്ക് ഡ്രീംസിലേക്ക്. ആർക്കൊക്കെ അപേക്ഷിക്കാം? ഈ പരീക്ഷ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല. ഇത് പ്രത്യേകമായി സർവീസിലുള്ളവർക്ക് വേണ്ടിയാണ്. അധ്യാപകർ, സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 2025-26 അധ്യയന വർഷം വരെ നിയമനം ലഭിച്ച എല്ലാ അധ്യാപകർക്കും അപേക്ഷിക്കാം. അനധ്യാപകർ, ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ വഴി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന അനധ്യാപക ജീവനക്കാർക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. 2009 വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം അധ്യാപനത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ പരീക്ഷ നിർബന്ധമാക്കിയിരിക്കുന്നത്. കാറ്റഗറികളും യോഗ്യതയും. 4 വിഭാഗങ്ങളിലായാണ് പരീക്ഷ നടക്കുന്നത്. കാറ്റഗറി 1 LP, ലോവർ പ്രൈമറി ക്ലാസുകൾക്ക് വേണ്ടി. ഹയർ സെക്കൻഡറിയും 45% മാർക്കോടെയുള്ള TTC അല്ലെങ്കിൽ DLEDയുമാണ് യോഗ്യത. കാറ്റഗറി 2 UP, അപ്പർ പ്രൈമറി ക്ലാസുകൾക്ക് വേണ്ടി. ബിരുദവും ഡിപ്ലോമയും അല്ലെങ്കിൽ 45% മാർക്കോടെ BEd ഉള്ളവർക്കും അപേക്ഷിക്കാം. കാറ്റഗറി 3 HS, ഹൈസ്കൂൾ ക്ലാസുകൾക്ക് വേണ്ടി. ബിരുദവും അതേ വിഷയത്തിലുള്ള BEdും നിർബന്ധമാണ്. കാറ്റഗറി 4 സ്പെഷ്യലിസ്റ്റ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ്. അറബി, ഹിന്ദി, സംസ്കൃതം, ഉറുദു ഭാഷാ അധ്യാപകർക്കും കായിക അല്ലെങ്കിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അധ്യാപകർക്കും വേണ്ടിയുള്ള പരീക്ഷയാണിത്. പരീക്ഷാ രീതിയും പാസ് മാർക്കും. ആകെ 150 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതം. നെഗറ്റീവ് മാർക്കുണ്ടായിരിക്കില്ല. വിജയിക്കാൻ വേണ്ട മാർക്ക്: ജനറൽ കാറ്റഗറി 60%, അതായത് 90 മാർക്ക്. SC, ST, OBC, OEC വിഭാഗം 55%, അതായത് 82 മാർക്ക്. ഭിന്നശേഷി PH വിഭാഗം 50%, അതായത് 75 മാർക്ക്. അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന തീയതികളിൽ തെറ്റുവരുത്തരുത്. ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭം 26/2/2026. അവസാന തീയതി അപേക്ഷയും ഫീസും 7/3/2026. പ്രിന്റൌട്ട് എടുക്കാനുള്ള അവസാന തീയതി 13/3/2026. പരീക്ഷാ തീയതികൾ പരീക്ഷാഭവൻ പിന്നീട് അറിയിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷയിൽ വരുത്താൻ പാടില്ലാത്ത തെറ്റുകൾ: PEN നമ്പർ. സർവീസിലുള്ളവർ PEN നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തണം. അത് ലഭ്യമല്ലാത്തവർ ഐഡന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോയിൽ പേരും തീയതിയും രേഖപ്പെടുത്തേണ്ടതില്ല. സെൽഫികളോ വ്യക്തതയില്ലാത്ത ഫോട്ടോകളോ ഉപയോഗിക്കരുത്. തിരിച്ചറിയൽ കാർഡ്. അപേക്ഷയിൽ നൽകുന്ന തിരിച്ചറിയൽ രേഖയുടെ അസൽ പരീക്ഷാ ഹാളിൽ ഹാജരാക്കണം. അല്ലാത്തവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല. കൺഫർമേഷൻ. ഒരിക്കൽ കൺഫേം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു മാറ്റവും അനുവദിക്കില്ല. അപേക്ഷാ ഫീസ്. ജനറൽ വിഭാഗം 1000 രൂപ. SC, ST, PH വിഭാഗം 750 രൂപ. SBI ഇ-പേയ്മെന്റ് വഴിയാണ് ഫീസ് അടയ്ക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കായി പരീക്ഷാഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ketet.kerala.gov.in സന്ദർശിക്കുക. നിങ്ങളുടെ കരിയറിലെ ഈ പ്രധാന ഘട്ടത്തിൽ കൂടെയുണ്ടാവുക എന്നതാണ് ചോക്ക് ഡ്രീംസിന്റെ ലക്ഷ്യം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്കും എത്തിക്കുക. കേട്ടറ്റ് ക്ലാസുകൾക്കും സിലബസ് വിശകലനങ്ങൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.